ഇനി KSEBയിലെ ഒരു തർക്കവും അതിനുശേഷമുണ്ടായ പ്രശ്നങ്ങളും അതിന്റെ പിന്നാലെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം നമുക്ക്. കോഴിക്കോട് തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ KSEB ഓഫീസിൽ നടത്തിയ അക്രമവും അറസ്റ്റും തുടർന്നുണ്ടായ വിവാദങ്ങളും ഇന്നലെ രാത്രി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടുകൂടി അവസാനിക്കുമെന്ന് കരുതിയതാണ്. എന്നാൽ ഇന്ന് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് KSEB ജീവനക്കാരാണ്. തൊഴിലെടുക്കാൻ സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ടും അജ്മൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആരോപിച്ചാണ് തിരുവമ്പാടിയിൽ സംയുക്ത സമരസമിതി പ്രതിഷേധിച്ചത്. ജീവനക്കാർക്കെതിരെ അജ്മലിന്റെ മാതാവ് മറിയം നൽകിയ പരാതി വ്യാജമാണെന്ന് സമരസമിതി പറയുന്നു. വൈദ്യുതി ബിൽ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തർക്കമാണ് നാടാകെ ചർച്ചയാകുന്ന വിഷയമായി വളർന്നത്. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെ വന്ന് അന്വേഷിക്കുന്നു, അതിൽ തൃപ്തരാകാതെ അങ്ങനെ കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങൾ പല മേഖലക്കകത്തുണ്ട്, ഇവിടെയും സംഭവിക്കാം. പക്ഷേ ഇദ്ദേഹം മലിന ജലം നിറച്ച ബക്കറ്റുമായി വരുന്നത് ആലോചിച്ചുറപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ഇതിൽ ആലോചന നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത് തലേ ദിവസം അവിടെ റീകണക്ഷൻ കൊടുക്കാൻ പോയ ലൈൻമാനെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും നിലത്തടിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആണ് പോലീസിൽ പരാതി കൊടുത്തത്. അതിലെ പ്രതികാരം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വരികയാണ് ഈ പറഞ്ഞ സാമഗ്രികളുമായി. അങ്ങനെ അജ്മലും സഹോദരനും റിമാൻഡിലായി. പിന്നാലെ പിതാവിന്റെ പേരിലുള്ള വീടിന്റെ ഫ്യൂസൂരാൻ KSEB ചെയർമാന്റെ നിർദ്ദേശം. ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ മുന്നോട്ട് വെച്ച ഉപാധികളെല്ലാം മറന്ന് ഇന്നലെ രാത്രി തന്നെ KSEB വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു നൽകി. ഞങ്ങൾ മനസ്സിലാക്കുന്നത്, തൊഴിലാളികൾ മനസ്സിലാക്കുന്നത്, തൊഴിലാളികളുടെ ജീവനും അതുപോലെ തന്നെ തൊഴിൽ സാഹചര്യവും ഈ പ്രതിഷേധം ഉൾപ്പെടെ ഈ മേഖലക്കകത്ത് അരാജകത്വം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അക്രമി അധിവസിക്കുന്ന വീടെന്നുള്ള നിലയ്ക്ക് അവിടുത്തെ വൈദ്യുതി ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കാൻ ആ നിലയ്ക്കാണ് ഉത്തരവിട്ടത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. KSEB ജീവനക്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും കയ്യേറ്റം ചെയ്തെന്നും കാണിച്ച് മറിയം നൽകി പരാതി വ്യാജമാണെന്ന് ജീവനക്കാർ. മർദ്ദനത്തിന് വിധേയരായ നമ്മുടെ ലൈൻമാൻ്റെയും സഹായിയുടെയും പേരിൽ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ആ കേസ് വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എവിടെയാണോ അവിടെ കാര്യമായിട്ടാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്. KSEBക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾക്കും തിരുവമ്പാടിയിൽ നടന്ന വിശദീകരണ യോഗത്തിൽ ജീവനക്കാരുടെ മറുപടി. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കമന്റ് വരികയാണ്, അതിനെന്താ കൂലി കിട്ടുന്നില്ലേ? കൂലി കിട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കൂലി കിട്ടുന്നത് തെമ്മാടിയുടെ അടി വാങ്ങാനല്ല, കൂലി കിട്ടുന്നത് ഞങ്ങളുടെ അധ്വാനം വിട്ടിട്ടാണ്. അതാ തെമ്മാടി മനസ്സിലാക്കണം, അവരെ സംരക്ഷിക്കുന്നവർ മനസ്സിലാക്കണം. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100ഓളം ജീവനക്കാരാണ് പ്രകടനത്തിൽ പങ്കെടുക്കാനായി തിരുവമ്പാടിയിലെത്തിയത്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.